ഹേ ഗായ്സ്, വെൽക്കം ടു ജി ജെ വേഴ്സ്. ദിസ് ഇസ് മീ ജി ജെ. ഇന്ന് ഞാൻ കണ്ട പടം മിറാഷാണ്. ജീത്തു ജോസഫിന്റെ സംവിധാനത്തിൽ ആസിഫ് അലിയും അപർണയും പ്രധാന കഥാപാത്രങ്ങൾ അവതരിപ്പിച്ച ഏറ്റവും പുതിയ സിനിമയാണ് നമ്മുടെ മിറാഷ്. സോ നമുക്ക് സമയമൊന്നും കളയാതെ നേരെ നമുക്ക് റിവ്യൂയിലേക്ക് പോവാം. ആസിഫ് അലിയുടെ കുറച്ച് നാളായിട്ട് വന്നിട്ടുള്ള സിനിമകളെല്ലാം നല്ല രീതിയിലുള്ള അഭിനയവും പെർഫോമൻസും ആയിട്ട് പോകുന്നതാണ്. പക്ഷേ ഈ സിനിമയിലേക്ക് വരുമ്പോൾ ഇത് ഒരു ഫീമെയിൽ സെൻറ്റേർഡ് പടമാണ്. സോ ആസിഫ് അലിക്ക് പെർഫോം ചെയ്യുന്നതിനെക്കാട്ടിലും ഉപരി പെർഫോമൻസ് ചെയ്യാനുള്ള സ്പേസ് ഉള്ളത് നമ്മുടെ അപർണയ്ക്കാണ്. സോ നമുക്ക് ഈ സിനിമയുടെ മെയിൻ ഒരു പ്ലോട്ട് എന്ന് പറയുന്നത്, ജീത്തു ജോസഫ് അല്ല, അപർണ എന്ന് പറഞ്ഞൊരു റൈറ്ററാണ് ഇതിൻ്റെ, അപർണ തറക്കാട് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു റൈറ്ററാണ് ഇതിൻ്റെ സ്റ്റോറി എഴുതിയിരിക്കുന്നത്. സോ ഇതിൻ്റെ മെയിൻ സ്റ്റോറി എന്ന് പറയുന്നത് ഒരു ഫിനാൻസ് സ്ഥാപനവുമായി ബന്ധപ്പെട്ട് അവിടെ നടക്കുന്ന കുറച്ച് തട്ടിപ്പുകളും അതിനെ പുറത്ത് കൊണ്ടുവരാൻ ശ്രമിക്കുന്ന ഒരു ആളും, അതിനിടയ്ക്ക് ഒരു ട്രെയിൻ ആക്സിഡൻറ്റിൽ ഉണ്ടാകുന്ന ഒരു മരണവും അതിൻ്റെ കേസ് അന്വേഷണവും, അങ്ങനത്തെ കുറേ കാര്യങ്ങൾ ഇങ്ങനെ ചുറ്റിപ്പറ്റി നടക്കുന്ന ഭയങ്കര കൺഫ്യൂസിങ് ആയിട്ടുള്ള ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു സ്റ്റോറിയാണിത്. ഇതിൻ്റെ സ്റ്റോറിയുടെ സ്ക്രീൻ പ്ലേയിൽ കോ റൈറ്റിംഗ് മാത്രമാണ് ജീത്തു ജോസഫ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഡയറക്ഷൻ. അപ്പോൾ ഡയറക്ഷനിലോട്ട് പറയുകയാണെങ്കിൽ ഡയറക്ഷൻ വളരെ ഒരു എന്താ പറയുക, ഒരു ആവറേജ് ആയിട്ടുള്ള രീതിയിൽ ഡയറക്റ്റ് ചെയ്തിരിക്കുന്നതേ പറയാൻ പറ്റുള്ളൂ. ആക്ച്വലി ദൃശ്യം 2 തന്നെ നമ്മൾ ശ്രദ്ധിച്ച് നോക്കിയാൽ മനസ്സിലാവും. ആ സിനിമയിലാണെങ്കിലും ജൂനിയർ ആർട്ടിസ്റ്റുകളുടെ അതിപ്രസരമാണ്, ഇതിലോട്ട് വന്നാലും അത് തന്നെയാണ്. അധികം ഒന്നും എസ്റ്റാബ്ലിഷ്ഡ് അല്ലാത്ത ആർട്ടിസ്റ്റുകളുടെ അതിപ്രസരമാണ്. അപ്പോൾ അത്തരം ആർട്ടിസ്റ്റുകൾ കയറി വരുമ്പോഴത്തേക്കും സിനിമയുടെ ഒരു ക്വാളിറ്റി ഒന്ന് ഡൗൺ ആയിട്ട് അത് നല്ല രീതിയിൽ പെർഫോം ചെയ്ത് വെക്കേണ്ട ചില ക്യാരക്ടേഴ്സിനെ വളരെ ഒരു ഡൗൺ ആയിട്ട് പെർഫോം ചെയ്ത് വെക്കുന്നതുകൊണ്ടുള്ള പ്രോബ്ലംസ് ഈ സിനിമയിൽ ഉണ്ട്. ഇതിൽ ആസിഫ് അലിയുടെ ക്യാരക്ടർ എന്ന് പറയുന്നത് ഒരു ഓൺലൈൻ ചാനൽ റിപ്പോർട്ടറാണ്. അതായത് ഓൺലൈനിൽ മീഡിയ നടത്തുന്ന ഒരു ചാനൽ റിപ്പോർട്ടർ. അദ്ദേഹം വളരെ സത്യസന്ധമായിട്ടാണ് ചെയ്തു പോകുന്നത്. അപ്പോൾ ആ ഒരു സത്യസന്ധമായിട്ട് ചെയ്തു പോകുന്നതിനിടയിൽ അദ്ദേഹം ഫേസ് ചെയ്യേണ്ട കാര്യങ്ങളും അതിനോടൊപ്പം അപർണയുടെ ക്യാരക്ടർ എന്ന് പറയുന്നത് എന്താ, ഇതിനകത്ത് ഒരു പർട്ടിക്കുലർ വ്യക്തി, അതായത് ഈ ബാങ്കിൻ്റെ, അതായത് ഫിനാൻഷ്യൽ സ്ഥാപനത്തിൻ്റെ സ്കാം മുഴുവൻ തട്ടി കണ്ടുപിടിച്ച് എടുക്കുന്ന ആ വ്യക്തിയുടെ ഗേൾ ഫ്രണ്ട് അല്ലെങ്കിൽ വുഡ് ബി ആയിട്ടാണ് അപർണ അഭിനയിച്ചിരിക്കുന്നത്. സോ ആ ഒരു വ്യക്തിയുടെ മരണത്തെ തുടർന്ന് എന്താ നടക്കുക എന്നുള്ളത് അന്വേഷിച്ച് ഇറങ്ങുന്ന ഒരാളായിട്ടാണ് അപർണയുടെ ക്യാരക്ടറിനെ കാണിക്കുന്നത്. ആ ഒരു ക്യാരക്ടറിന് ശരിക്കും പല രീതിയിലും പോകേണ്ട രീതിയിലുള്ള ഭയങ്കര ആർക്കുള്ളൊരു ക്യാരക്ടറാണ്. അതായത് ഇങ്ങനെ നിന്നിട്ട് ഇങ്ങനെ കയറിയിട്ട് പിന്നെ ഭയങ്കര പരിപാടിയുള്ളൊരു ക്യാരക്ടറാണ്. പക്ഷെ അത് എത്രത്തോളം അപർണയ്ക്ക് അത് ചെയ്ത് ഫലിപ്പിക്കാൻ പറ്റിയെന്ന് എനിക്ക് തോന്നുന്നില്ല. ഭയങ്കര രസമായിട്ടൊന്നും ചെയ്തിട്ടില്ല. സിനിമ മൊത്തത്തിലൊരു ഭയങ്കര ഒരു ആവറേജ് എക്സ്പീരിയൻസ് ആണ് തന്നത്. കാരണം ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു സ്റ്റോറിയാണ് സാധാരണക്കാരന് മനസ്സിലാക്കിയെടുക്കുക. അതായത് ഒരു ഭയങ്കര ബുദ്ധിമുട്ടാണ് അത് മനസ്സിലാക്കിയെടുക്കാനായിട്ട്. എന്തോ ഡേറ്റ എൻക്രിപ്ഷനും ഹാക്കിങ്ങും അങ്ങനെ ഇങ്ങനെ പറഞ്ഞു പോകുന്നു. പിന്നെ ബിഗ് ബോസിലെ അർജുൻ, ഇതിനകത്ത് ബിഗ് ബോസിൽ മുമ്പ് വന്നിട്ട് റണ്ണറപ്പ് ആയിട്ടുള്ള അർജുൻ ഇതിൻ്റെ അകത്തൊരു ക്യാരക്ടർ ചെയ്തിട്ടുണ്ട്. അതേപോലെ ഡബ് ചെയ്തിരിക്കുന്നത്, പക്ഷേ എന്നാലും ഓക്കെയാണ്, കണ്ടിരിക്കാവുന്ന രീതിയിൽ അദ്ദേഹം പെർഫോം ചെയ്തിട്ടുണ്ട്. ഡബ്ബിങ് വേറൊരാളായതുകൊണ്ടുള്ള ഒരു ചെറിയൊരു വൃത്തികേട് പോലെ നമുക്ക് തോന്നും, പക്ഷെ അത് ഓക്കെയാണ്, നമുക്കത് വിട്ടുകളയാം. ഇതിൻ്റെ മ്യൂസിക് ശരിക്കും ബിലോ പാർ, അതാണ് പറയേണ്ട വാക്ക്. കാരണം ഒരു അറബിക് ടച്ചുള്ള മിറാഷ് എന്ന് പറഞ്ഞാൽ തന്നെ നമുക്കറിയാമല്ലോ, മരുപ്പച്ച. അതായത് അകലെ നിൽക്കുമ്പോഴത്തേക്കും ഭംഗിയായിട്ട് തോന്നി, അടുത്തോട്ട് വരുംതോറും നമുക്കതിൻ്റെ ആ ഒരു ഇത് നഷ്ടപ്പെടുക, അവിടെ ഒരു സാധനം ഇല്ലാത്തത് പോലെയുള്ളത് വ്യക്തമാവുകയും അങ്ങനത്തെ ഒരു സാധനമാണ് മിറാഷ്. സോ ആ ഒരു മിറാഷ് എന്നുള്ളത് മരുഭൂമിയിൽ കണ്ടുവരുന്ന ഒരു പ്രതിഭാസം ആയതുകൊണ്ട് ഇവർ ആ ഒരു മരുഭൂമിയിൽ ടച്ചുള്ളൊരു മ്യൂസിക്, ഒരു അറബിക് ടച്ചുള്ള മ്യൂസിക്കാണ് ചെയ്തിരിക്കുന്നത്. അത് പക്ഷേ ഒട്ടും വർക്കൗട്ട് ആയിട്ടില്ല. അറബിക് ടച്ചുള്ള മ്യൂസിക് ഈ സിനിമയ്ക്ക് ചേരുന്നേ ഇല്ല. അത് മ്യൂസിക് ഈ സിനിമയെ ഒരുപാട് പുറകോട്ട് വലിക്കുന്നുണ്ട്. വളരെ ഉദ്വേഗജനകമായിട്ടുള്ള രംഗങ്ങൾ വരുമ്പോഴത്തേക്ക് ഈ അറബിക് ടച്ച് സാധനം കയറി വരുമ്പോൾ ഒട്ടും വർക്കൗട്ട് ആവുന്നില്ല. പിന്നെ ദീപക് പറമ്പോൾ അങ്ങനെ ഒരുപാട് ആക്ടേഴ്സ് ഈ സിനിമയ്ക്കകത്തുണ്ട്. പക്ഷേ അതിൽ പ്രധാന ക്യാരക്ടേഴ്സ് ചെയ്യുന്ന, ഫോർ എക്സാമ്പിൾ ഇതിനകത്തൊരു പ്രധാന ഗുണ്ടയുണ്ട്. അയാൾ വരുമ്പോഴത്തേക്ക് നമുക്ക് പഴയ നാടകങ്ങളിലേക്ക് നടന്മാർ നടന്നു വരുന്ന പോലെയൊക്കെയാണ് ഫീൽ ചെയ്യുന്നത്. ഒരു തരത്തിൽ അഭിനയിക്കാൻ അറിയാത്തിരുന്ന ഒരു പ്രധാന വില്ലൻ അവിടെയും പാളിച്ച. പിന്നെ നമ്മുടെ കൂമൻ സിനിമയിൽ ആസിഫ് അലിയുടെ പേരായിട്ട് വരുന്ന ആ പെൺകുട്ടി, അവരും ഇതിൻ്റെ അകത്തൊരു പ്രധാന ക്യാരക്ടറൊക്കെ അവതരിപ്പിച്ചിട്ടുണ്ട്. അത്യാവശ്യം നല്ല ക്യാരക്ടർ ആർക്കുള്ള ഒരു ക്യാരക്ടറാണ്. പിന്നെ ഇതിൻ്റെ ഇൻ്റർവെല്ല് എൻ്റെ പൊന്നെ ഭയങ്കര പ്രശ്നമാണ് കേട്ടോ. ട്വിസ്റ്റൊക്കെ നമ്മളിങ്ങനെ പറയുമ്പോഴത്തേക്ക് പോകുമ്പോൾ ട്വിസ്റ്റ് എന്ന് പറഞ്ഞ് കാണിക്കുന്നതൊക്കെ നമുക്ക് ഈ സിനിമ തുടങ്ങുമ്പോഴേ മനസ്സിലാവുന്ന കാര്യമാണ്. ഭയങ്കര ട്വിസ്റ്റായിട്ട് ഇൻ്റർവെല്ലിൽ കാണിക്കുന്നത്. പിന്നീട് അങ്ങോട്ട് കഥയൊക്കെ കയ്യിൽ നിന്ന് അങ്ങ് പോയി. അത് ഡയറക്റ്റ് ചെയ്തേക്കുന്നതിൻ്റെ പാളിച്ച കൊണ്ടും അല്ലാതെ തന്നെ അതിൻ്റെ സ്ക്രീൻ പ്ലേയുടെ പാളിച്ച കൊണ്ടും ഡയലോഗ്സ് ചുമ്മാ ഇങ്ങനെ കാണുമ്പോഴത്തേക്ക് എന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് ഓരോ സൗണ്ട് ഉണ്ടാക്കുകയാണ്. അതായത് ഫോർ എക്സാമ്പിൾ ഒരാൾ ബോധം കെട്ട് ഇങ്ങനെ കിടക്കുകയാണ്. ബോധം കെട്ട് കിടന്ന ആൾ ഉണരുമ്പോഴത്തേക്കും കാണുന്ന ആൾ ഇവിടെ കുഴപ്പമൊന്നുമില്ലല്ലോ, ഇപ്പോൾ എങ്ങനെയുണ്ട്, അങ്ങനെ അത് പറയും. അതിന് പകരം ബോധം കെട്ട ആൾ എന്നൊക്കെ അങ്ങനെയൊക്കെയാണ് റെസ്പോണ്ട് ചെയ്യുന്നത്. അതൊക്കെ എനിക്ക് തോന്നി ഭയങ്കര ഒരു വൃത്തികേട് പോലെ തോന്നി. പല രംഗങ്ങളും ഒരു ഷോർട്ട് ഫിലിം മേക്കിംഗ് അല്ലെങ്കിൽ ഒരു എന്താ പറയുക സീരിയൽ
ഒക്കെ എടുത്തു വെച്ചേക്കുന്ന പോലെയൊക്കെ തോന്നി. സോ മൊത്തത്തിൽ എനിക്കൊരു ഒട്ടും സാറ്റിസ്ഫാക്ഷൻ ഇല്ലായിരുന്നു. പക്ഷെ എന്നാലും നമുക്ക് എന്താ പറയുക, ഒരു ആവറേജ് എക്സ്പീരിയൻസ് ആണ്. ത്രില്ലറാണോ എന്ന് ചോദിച്ചാൽ ത്രില്ലറാണ്, എന്നാൽ അത്യാവശ്യം ഡ്രാമയുണ്ട്, നല്ല രീതിയിൽ ഇൻവെസ്റ്റിഗേഷൻ. സോ ഒരു ഇൻവെസ്റ്റിഗേഷൻ കൈൻഡ് ഓഫ് ഒരു മൂവിയാണ്. കുറച്ച് ട്വിസ്റ്റും ടേണും ഒക്കെ ഉണ്ട്. ട്വിസ്റ്റൊക്കെ പ്രഡിക്റ്റബിൾ ആണ്, എല്ലാ ട്വിസ്റ്റും പ്രഡിക്റ്റബിൾ ആണ്. അല്ലാതെ ഭയങ്കര ഒരു സെറ്റപ്പ് ഒന്നും അല്ല. വലിയ പ്രൊമോഷനൊന്നും ഇല്ലാതെ വന്നൊരു സിനിമ വലിയ പ്രൊമോഷനൊന്നും ഇതിന് അർഹിക്കുന്നില്ല. അതായത് ഈ ഒരു സിനിമ അങ്ങനെ കുറച്ച് പേർക്കൊക്കെ ഇഷ്ടപ്പെടാൻ സാധ്യതയുള്ളൂ. തിയേറ്ററിൽ കണ്ടു എന്ന് പറഞ്ഞ് എനിക്ക് പ്രത്യേകിച്ച് ഒരു ഭയങ്കര തിയേറ്ററിക്കൽ എക്സ്പീരിയൻസ് ഒന്നും ഉണ്ടായില്ല. ഓക്കെ ഇഷ് മൂവി. സോ അതാണ് എനിക്ക് പേഴ്സണലി മൊത്തം കണ്ടപ്പോൾ തോന്നിയ അഭിപ്രായം. ഈ ഒരു സിനിമയിലേക്ക് ആസിഫ് അലിയെ കാസ്റ്റ് ചെയ്യുന്ന ഇത് ആക്ച്വലി ഈ ഒരു സിനിമ ഹിന്ദിയിൽ എടുക്കാനായിരുന്നു ജിത്തുവിൻ്റെ പ്ലാൻ. ഹിന്ദി ആക്ടേഴ്സിനെ വെച്ചിട്ട് അവിടെ ചെയ്യാനായിരുന്നു പ്ലാൻ. പക്ഷേ അവിടെ ഇതേപോലൊരു ഫീമെയിൽ ഓറിയൻറ്റഡ് അല്ലെങ്കിൽ ഫീമെയിൽ സെൻറ്റേർഡ് ആയിട്ടുള്ള മൂവി അവിടെ അത്രയ്ക്ക് ഇതാവില്ല എന്ന് പറഞ്ഞ് മലയാളത്തിലേക്ക് കൊണ്ടുവന്നു എന്നൊക്കെയാണ് ഇൻ്റർവ്യൂസിലും മറ്റും പറഞ്ഞത്. പക്ഷേ എനിക്ക് അങ്ങനെയല്ല തോന്നുന്നത്. ഈ ഒരു സ്റ്റോറി അവിടെ വർക്കാവില്ല. ഇത്തരം ഒരു കൈൻഡ് ഓഫ് ഹാക്കിങ് അത് ഇതെന്നൊക്കെ പറഞ്ഞിട്ടുള്ള സ്റ്റോറി അവിടെ വർക്കാവും തോന്നുന്നില്ല. അവിടെ ഈ മസാല പടങ്ങളൊക്കെ നടക്കുകയുള്ളൂ. അതുകൊണ്ടായിരിക്കാം ഒരു പക്ഷേ മലയാളത്തിൽ ഇത് പരീക്ഷിച്ചത്. പക്ഷേ പരീക്ഷണം പാളി എന്നാണ് എനിക്ക് ഫീൽ ചെയ്തത്. പരീക്ഷണത്തിലുള്ള ആ ഒരു അപാകതകളൊക്കെ ഒന്ന് കറക്റ്റ് ചെയ്തിരുന്നെങ്കിൽ ഒരു പക്ഷേ നല്ലൊരു സിനിമയായിട്ട് വന്നേനെ. ഈ ഒരു കൈൻഡ് ഓഫ് മേക്കിംഗ് ലെവലും കൊണ്ടാണ് ദൃശ്യം 3 എടുക്കാൻ പോകുന്നതെങ്കിൽ നമ്മൾ ആരും ദൃശ്യം 3 സിനിമയിൽ നിന്ന് ഒരുപാടൊന്നും എക്സ്പെക്ട് ചെയ്യേണ്ട കാര്യമില്ല. കാരണം ദൃശ്യം 1 എടുത്തപ്പോൾ ജീത്തു ജോസഫ് ഉണ്ടായിരുന്ന മേക്കിംഗ് ലെവൽ ദൃശ്യം 2 എത്തിയപ്പോൾ ഒന്ന് ഡൗൺ ആയി. മേ ബി കൊറോണ സമയമായതുകൊണ്ടായിരിക്കാം അതങ്ങനെ ആയി പോയത്. ദൃശ്യം 3ലേക്ക് വരുമ്പോഴത്തേക്കും നല്ല ആക്ടേഴ്സ്, അതായത് നല്ല നല്ല ക്യാരക്ടേഴ്സ് പ്ലേ ചെയ്യാൻ നല്ല നല്ല ആക്ടേഴ്സിനെ വെക്കുകയും നല്ല സ്റ്റാൻഡേർഡ് ഭയങ്കരമായിട്ട് പൈസയൊക്കെ മുടക്കി കാര്യമായിട്ട് മെനക്കെട്ട് കളർ ഗ്രേഡിങ് ഉൾപ്പെടെയുള്ള എല്ലാ കാര്യങ്ങളിലും ശ്രദ്ധിച്ച് ആ സിനിമ ഇറക്കുകയും ചെയ്താൽ മാത്രമേ എല്ലാവരിലേക്കും കണക്റ്റ് ആവുകയും കുറച്ചുകൂടെ എന്താ പറയുക ടെക്നിക്കലി ആണെങ്കിലും കുറച്ചുകൂടെ ബ്രില്യൻ്റ് ആയിട്ട് ചെയ്താൽ മാത്രമേ അതൊരു വലിയ ഹിറ്റായി മാറുകയുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ ദൃശ്യം 3 നിന്ന് വലുതായിട്ടൊന്നും പ്രതീക്ഷിക്കണം. കാരണം ഇത്രയും കോംപ്ലിക്കേറ്റഡ് ആയിട്ട് ട്വിസ്റ്റും ടേണൊക്കെ ഉള്ളൊരു സ്റ്റോറി വന്നിട്ടും അതിനെ ഡയറക്റ്റ് ചെയ്ത് ഭയങ്കരമായിട്ട് വലിപ്പിക്കാനൊന്നും ജിത്തുവിനെ കൊണ്ട് സാധിച്ചിട്ടില്ല. പിന്നെ അദ്ദേഹത്തിന് ഒരുപാടൊന്നും ചെയ്യാനില്ല, ഇത് അങ്ങനത്തെ ഒരു സ്റ്റോറിയാണ്. പക്ഷേ ആ ഒരു സിമ്പിൾ സ്റ്റോറി പോലും ഇത്രയും ഒരു കോംപ്ലിക്കേറ്റഡ് ആയിട്ട് എടുത്ത് നമുക്കൊന്നും മനസ്സിലാത്ത വിധത്തിൽ എടുത്ത് വെച്ചുകൊണ്ട് എനിക്ക് തോന്നുന്നില്ല ഇനിയിപ്പോൾ ദൃശ്യം 3 വന്നാലും ഇത്രയും ഭയങ്കര ഒരു സെറ്റപ്പായി മാറുന്നൊന്നും എനിക്ക് തോന്നുന്നില്ല. സോ അതൊക്കെ കൊണ്ട് നമ്മൾ ദൃശ്യം 3യുടെ എക്സ്പെക്ടേഷൻ ഒന്ന് കുറയ്ക്കുന്ന നന്നായിരിക്കും. മിറാഷിനെ കുറിച്ച് ഇനി കൂടുതൽ പറയാനായിട്ടൊന്നുമില്ല. ഒരു ആവറേജ് ആയിട്ട് നിന്നൊരു സിനിമ, വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ളൊരു സ്ക്രിപ്റ്റ്. അതായത് ഈ മിറാഷ് എന്ന് പറഞ്ഞാൽ നമുക്ക് ദൂരെ ഉള്ളത് അടുത്തോട്ട് വരുമ്പോഴത്തേക്കും അതില്ല എന്ന് മനസ്സിലാവും. അങ്ങനെ അത്തരത്തിലുള്ള ഒരു കൺസെപ്റ്റ് അവർ ഈ സ്റ്റോറിയിലൂടെ കാണിക്കാനായിട്ട് നോക്കിയിട്ടുണ്ട്. അത് പക്ഷേ ഒട്ടും വർക്കൗട്ട് ആവാതെ പാളിപ്പോയി. പക്ഷേ എന്നാലും ഒരു ആവറേജ് ആയിട്ട് ചുമ്മാ കണ്ടിരിക്കാം. കണ്ടു എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് സമയം നഷ്ടമൊന്നുമില്ല. ഒരു 1 ടൈം വാച്ചബിൾ ആയിട്ടുള്ള ആവറേജ് ആയിട്ടുള്ളൊരു സിനിമയായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. സോ ഇതാണ് എൻ്റെ റിവ്യൂ. ഇത് തികച്ചും എൻ്റെ ഒരു പേഴ്സണലായിട്ട് എനിക്ക് ഫീൽ ചെയ്തത്. എനിക്ക് തിയേറ്ററിൽ ഇരുന്ന് കണ്ടപ്പോൾ എനിക്ക് തോന്നിയ അഭിപ്രായം ഞാൻ പറഞ്ഞു തന്നേ ഉള്ളൂ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനും ഫാമിലിക്കും എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. GJ Verse എന്ന് പറഞ്ഞ എൻ്റെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ബട്ടണും കൂടി എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിൻ്റെയൊക്കെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് അപ്പോൾ കിട്ടുന്നതായിരിക്കും. മറ്റൊരു വീഡിയോയിൽ കാണാം. അതുവരെയ്ക്കും ഇറ്റ്സ് മീ GJ സൈനിങ് ഓഫ്. ബൈ.